When we were young, we burned like summer suns. Our fears at bay, we made our own way, no stopping us. We never knew the sky beyond the blue. We turned the page, our story became a world brand new. You and I, we have found what we've been missing. You and I, it feels like we're finally living. We are wide awake, it's all so clear. The dreams we held are standing here. You and I, we have found what we've been missing. Open wide, the future's on our side. We'll touch the stars, we'll follow our hearts into the light. എല്ലാ വാഹനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവിടെ ചെല്ലുവാനും വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുവാനും അതിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും മടങ്ങി വരുന്നവരെയും നിറസാന്നിധ്യം കൂടിയിരിക്കുമാറണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധുതാദികളെയും കുഞ്ഞുങ്ങളെയും ചർച്ചക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയിലെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിനെയും അനുദിനമാശ്വസിപ്പിച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ സവാസം കോട്ടയും കാത്തു ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്റെയും എപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. പങ്കെടുക്കണം, ബലപ്പെടുത്തണം. കർത്താവേ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവഭവത്വത്തിൽ സർവ മേഖലയിലെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവേ നിന്റെ കുഞ്ഞ് കയറുമ്പോൾ നിവാസി കയറുമ്പോൾ ഏറ്റവും മാന്യമായി നിൽപ്പാൻ കർത്താവേ മാറണമേ. എല്ലാ ശുശ്രൂഷ മേഖലയിലും കുഞ്ഞിനെ മാനിക്കുമാറണമേ. അത്ഭുതങ്ങൾ ചെയ്താൽ Bless the Lord, oh my soul, and all that is within me. Bless the Lord, oh my soul, and all that is within me. Bless His holy name. Bless His holy name.
shines down with mercy. Join with the angels to worship our God. His love is forever, so praise Him forever and bless the Lord, oh my soul. സെന്ററിൽ തോട്ടഭാഗ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ആ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് PC അബ്രഹാം മാസ്റ്റർ കുടുംബം. അദ്ദേഹത്തിന്റെ 4 മക്കളിൽ ഇളയ മകനായിരിക്കുന്ന ജോൺസന്റെ വിവാഹം കടന്നുകൊള്ളും. എല്ലാ പ്രിയപ്പെട്ടവരുമാണ് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ ശുശ്രൂഷ വിജയപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാം. അല്പസമയം തൊഴിലിലാണ് ദൈവസ്ഥാനത്തോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിച്ച് വലിയ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും പകർത്താൻ സഹായിക്കാൻ അനുഗ്രഹിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സന്തോഷപരമായ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി അതിനോട് കർത്താവിനെ സ്തുതിക്കുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ കർത്താവുണ്ടാക്കി അനുഗ്രഹിക്കപ്പെട്ടതായ കവിയോട് കർത്താവിനെ വാക്കുള്ള കർത്താവെ എല്ലാ സാഹചര്യവും എല്ലാവർക്കും സഹായിക്കുവാനാണ് യോഗാധ്യക്ഷനായി പ്രാർത്ഥിക്കുകയാണ്. ഈ സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും സഹായിച്ച് അനുഗ്രഹിക്കപ്പെട്ടതേ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചെയ്യുവാനാണ് ഒരായി പ്രാർത്ഥിക്കുന്നു. ഒരായി പാടുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ. വേദിയിൽ സദസ്യരായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും അതുകൊണ്ടപ്പെട്ട എല്ലാവരും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് എല്ലാവരും സ്തുതിക്കുന്നു. ഇപ്പോൾ ഗാനം ആലപിക്കും. ആ സമയത്ത് വധുരന്മാർ അവരോടൊപ്പമുള്ള പ്രിയപ്പെട്ടവർ ബ്രാൻഡന്മാർ നടത്തി ഈ സ്റ്റേജിലേക്ക് വരുന്നതായിരിക്കും. ഒരുമിച്ച് പാടി ആരാധിക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയിട്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിനെ നന്ദി പറയാം. പടകിനെ നിയന്ത്രിച്ചത് ഓർത്ത് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചില വ്യക്തികൾ നമ്മൾ കർത്താവിനെ നന്ദി പറയുകയാണ്. നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാ പ്രിയപ്പെട്ടവരും വാക്കുറൊന്നു പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു ആരാധന നിമിഷമാണ്. നമ്മുടെ കർത്താവിനെ ആരാധന അർപ്പിക്കുവാൻ, കർത്താവിനെ മഹത്വം കരയിക്കുവാൻ. ഹല്ലേലൂയ.
വരവേ നടത്തി ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന അങ്ങേക്കു നന്ദി. ആരും സഹായിക്കുമ്പോൾ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി പലർക്കും മുന്നിൽ. ആരും സഹായിക്കുമ്പോൾ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി പലർക്കും മുന്നിൽ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഒരിക്കൽക്കൂടെ കരമടിച്ച് കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് തുടങ്ങുന്നു. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. തികച്ചും ഒരു അഭിഷിക്ത ദൈവദാസന്റെ 3 മക്കളിൽ ഇളയവന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയോടൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവൻ മഹത്വവും കർത്താവിനെ ആരാധനയായി അർപ്പിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ സങ്കേതവും അവനമ്പതും അവനെ അവൻ മതിയായി അവനെന്റെ സങ്കേതവും അവനമ്പതും അവനെ അവൻ മതിയായി ജോസഫ് തോമസ് അവர்கள் പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നവരായി പ്രത്യേകം ആവർത്തിക്കുന്നു.
നമുക്ക് എല്ലാവർക്കും മാറ്റത്തെ എല്ലാ സമയത്തും ചെയ്യാം. എന്റെ ഹൃദയം സുഭജനത്താൽ കഴിയുന്നു, എന്റെ ഹൃദയ രാജാവുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. എന്റെ നാമസംബന്ധനായ കേട്ടുകൊള്ളാകുന്നു. നീ മനുഷ്യന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ പുറത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ജയിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ തേജസ് തന്നെ സത്യവും സൗകര്യവും നീതിയും വായിക്കുന്നത്. നീ മഹ്യോടനായി വാഹനം കയറിയിരുന്നു. നിന്റെ വരം കഴി ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തെരുമാറട്ടെ. നിന്റെ അശ്രമോക്ഷയുള്ളതാകും ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ ദൈവമേ, നിന്റെ സിംഹാസനമേൽ നീ രാജ്യത്തിന്റെ ചെപ്പോൾ നീതിയുടെ ചെമ്പോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി ധൈര്യം അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം ചന്ദനവും യവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കും. ദന്തമന്ദിരങ്ങളിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് അഗ്നി ഒഭേതം അണിഞ്ഞ് നിൽക്കുന്നു. അലയുകുമാരി കേൾക്കുക, ചെവിചായ്ക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാമനോ നീ അവനെ നമസ്കരിച്ച് നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദനം ചെയ്തു. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകും. അവളുടെ വസ്ത്രം പൊന്നസൗകൊണ്ടുള്ളത്. അവളെ ചിത്രയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തൊഴിൽമാരായി കൊണ്ടുനടക്കുന്ന കന്യകന്മാർ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളിൽ നിന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. വിശുദ്ധ വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി വിശുദ്ധ വിവാഹം നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും നമ്മൾ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവേശം കുറിക്കുന്ന അടിസ്ഥാനങ്ങളില്ല പ്രിയ കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിന്റെ എല്ലാവരുമായ അനുഗ്രഹങ്ങളാണ് നിറയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൈര്യമായ ജീവിതം കർത്താവെ, സമാധാനപരമായ ജീവിതം, ദോഷവിട്ടുകളുടെ ജീവിതം നയിപ്പാനോണം ദൈവങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമാറാകണമേ. സന്താന സമൃദ്ധിയോടെ ജീവിതം സഹായിക്കുമാറാകണമേ. കർത്താവെ അതിനെ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സാക്ഷ്യം സാക്ഷ്യം എല്ലാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം കഠിനങ്ങളുമേ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വിവേകത്തോടും വിജ്ഞാനത്തോടും ദൈവത്തോടും ചെയ്യുവാനും പ്രാർത്ഥിക്കുന്നു. എല്ലാ സകലമാനും ഉപേക്ഷിക്കും. ആരാധന ഏൽപ്പിക്കുന്നു. സർവ്വ കാര്യങ്ങൾ രക്ഷിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സമയത്തിന്റെ പരിചയം കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ വേദി ഇത്രയും അംഗീകാരപൂർണമാക്കി ഈ ശുഭമുഹൂർത്തം സന്തോഷമായി കൊണ്ടാടുന്ന പ്രത്യേകമായ സുഗന്ധത്തിന്റെ കാരണഭൂതരായ വാത്സല്യ വധു വരനാക്കാണ്. പ്രിയ ജോൺസൺ അല്ലെ സിഫ ദമ്പതികൾക്ക് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു.
തുടർന്ന് ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായി കർത്താവിന്റെ പ്രസിദ്ധനായ ദൈവസഭയുടെ പ്രഥമ സെൻട്രൽ മിനിസ്റ്ററായ പാസ്റ്റർ ടി.എസ്. ജോയി അവരുടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരന്റെ സഭയുടെ ശുശ്രൂഷകനായി തൊണ്ടഭാഗം സഭയുടെ ശുശ്രൂഷകനായ സലോമൻ അവരുടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകനായ പാസ്റ്റർ വിൽസൺ അവരുടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ദൈവസഭയുടെ അനുഗ്രഹീതരായിട്ടുള്ള ദൈവദാസന്മാർ, വേദിയിൽ പുരുഷനായിട്ടുള്ള ബഹുമാന്യരായ ദൈവസഭയുടെ അനുഗ്രഹീത ദൈവദാസന്മാരുടെ സന്നിധരായിട്ടുണ്ട്. പാസ്റ്റർ എന്നെ തോമസ് അവർ ദൈവസഭയുടെ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവസഭയുടെ കൗൺസിൽ അംഗങ്ങൾ, മറ്റ് ഡയറക്ടേഴ്സ്, സർവോപരിയായി ഈ ശുശ്രൂഷയുടെ കാർമ്മികത്വം വഹിക്കേണ്ടത് ദൈവസഭയുടെ ആഗ്രഹനായിട്ടുള്ള ഓഫീസറാണ്. അദ്ദേഹം ഈ സമയത്ത് എത്തിച്ചേരും. ബഹുമാനരായ ഓവർസിയർ എം.പി. കൊച്ചുവൻ സാഹോദരങ്ങളെ ഈ വേദിയിലേക്ക്, ശുശ്രൂഷ വേദിയിലേക്ക് പ്രത്യേകം കുടുംബത്തിന്റെ പേരിൽ സഭയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മെല്ലാവരെയും സ്വാഗതം ആശംസിച്ച ബഹുമാനിയ ശുശ്രൂഷയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കഥാവിന്റെ പരിണാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അതവരിലേക്ക് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമുക്ക് ഒരുങ്ങി തന്ന പ്രിയ കുട്ടികൾ ഓളോടും ഇരു കുടുംബങ്ങളെയും ക്ഷണിച്ച് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനികളായ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ജീവങ്ങൾ എല്ലാവർക്കും മംഗളമായിരിക്കുകയാണ്. ദൈവമേ ഫലമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിദാസൻ എന്നെ തോമസ് അവർ ദൈവത്തോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ ദൈവസ്ഥരായിരിക്കാം. കർത്താവിദാസന്മാരെ യഥാർത്ഥമാണ് അതുപോലെ തന്നെ തൊട്ടഭാഗം ശുശ്രൂഷകരായിരിക്കുന്ന അതുപോലെ എഡ്യൂക്കേഷൻ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന എന്നെ തോമസ് ജോർജ്, അതുപോലെ വേദിയിലായിരിക്കുന്ന അതുപോലെ പാസ്റ്റർ, അതുപോലെ പ്രിയ വരന്റെ പിതാവ്, അതുപോലെ സദസ്യരായിരിക്കുന്ന ഒട്ടനവധി ദൈവത്തിന്റെ മഹത്വത്തിലേക്കുക. എന്തുകൊണ്ട് നമുക്കെല്ലാം ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് വളരെയധികം ആളുകൾ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും വിവാഹത്തിന് വേണ്ടി താല്പര്യം കാണിക്കാതെ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസംഭവം ആ നിലവാരത്തിൽ കാണുമ്പോൾ വേദപുസ്തകം പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് പറയുകയാണ്. അപ്രകാരം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയാവധൂവരന്മാരെ വീട്ടിലൂടെ സ്വാഗതവും അർപ്പിക്കുകയാണ്. ദൈവമാനിക്കട്ടെ. വിശേഷ സഭയിലെ അനുഗ്രഹീതമായൊരു കുടുംബമാണ് മറ്റൊരാളുകൾ കുടുംബം എന്ന് പറയുന്നത്. പരേതനായ രാജനെയും അതുപോലെ ദീനാമരാജനെയും മകളാണ്, രണ്ടാമത്തെ മകളാണ് രക്ഷിതമാണ്. വളരെ അനുഗ്രഹീതമായി ചെറുപ്രായം മുതൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും എല്ലാം ദൈവം ഭാഗ്യം ഒരുക്കിയ ഒരു കുട്ടിയാണ് രക്ഷിതാവെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുക്കാനായി തോന്നി. അനന്തരമായി നല്ലൊരു ജോലിക്ക് കൊടുക്കാനായി തോന്നി. വിശേഷാൽ കഴിഞ്ഞ വർഷക്കാലം പ്രിയ ജോൺസ് കടന്നു മുതൽ പ്രാർത്ഥനയോടെ ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാരം ഇവിടെ കടന്നുവരുവാൻ സൗകര്യമാകുന്നതിനെയോ ഇടയാക്കി ദേശത്തും സഭയിലുമെല്ലാം
അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമുള്ള ഒരു കുട്ടിയാണ് രക്ഷിത എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവസഭയോടും പ്രസ്ഥാനത്തോട് എന്നും ആത്മാർത്ഥതയും കൈത്താങ്ങലും കാണിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു മോളാണ് രക്ഷിത. ദൈവസന്നിധിയിൽ നിശ്ചയമായും പ്രിയ കുടുംബങ്ങൾക്ക് പ്രിയ കുഞ്ഞൊരു അനുഗ്രഹമായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. ദൈവം അങ്ങനെ ആയിരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. വിശിഷ്ടാന്റെ തിരുവനന്തപുരത്തിൽ നിന്നും അല്പമായി ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. വലിയ അനുഗ്രഹീതമായ അഭിഷിക്തന്മാർ മുമ്പിലുള്ള ഏരിയയിലും ഇന്നലകളിൽ കേരള റീജിയൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ സീനിയർ അഭിഷിക്തന്മാർ ഇന്നലകളിൽ പറയുന്ന ക്രമീകരണ ഉപദേശം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. എഫെസ്യർ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും 1 പത്രോസ് ലേഖനത്തിലും എല്ലാം പറയുന്ന ഏറ്റവും അടിസ്ഥാനമായി ആദ്യമായി പറയുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷനെ കീഴ്പ്പെട്ടിരിക്കണം. തന്നെയുമല്ല, സ്ത്രീ പുരുഷനെ അനുസരിക്കണം. മൂന്നാമതായി പറയുന്നു സ്ത്രീ പുരുഷനെ ഭയപ്പെടണം. ഭയപ്പെടുക എന്ന് പറയുന്നത് പേടികൊണ്ടല്ല, ബഹുമാനത്തോടെ ഭയപ്പെടണം. അപ്പോൾ തന്നെ ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അവരോട്, പുരുഷനെ സംബന്ധിച്ച് അവരോട് പറയുന്ന ഏറ്റവും കാതലായ ഉപദേശം എന്ന് പറയുന്നത് ഈ സ്ത്രീയെ സ്നേഹിക്കുക. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സ്വന്തമായ ജീവൻ നൽകിയാണ്, സ്വന്തമായ ജീവൻ കൊടുത്താണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. അതുപോലെ തന്നെ പ്രിയ, ഇത് വിവാഹിതരാകുന്ന പ്രിയ ജോൺസണോട് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വന്തം ദൈവം തരുന്ന കൂട്ടായ്മയുടെ വിഷയങ്ങളെയും സ്നേഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ക്രമീകരണങ്ങൾ നമ്മൾ അതിനൊരു മാറ്റം വരാതെ മുമ്പോട്ട് പോയാൽ ഒരിക്കലും കുടുംബജീവിതം തകരുകയില്ല, തകരാൻ ദൈവമിടയാക്കത്തില്ല. വിശേഷാൽ ദൈവസഭയുടെ ആദരണീയനായ വന്നിട്ടുണ്ട്. ശുശ്രൂഷയെ നയിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്. എന്റെ വാക്കുകൾ ബന്ധപ്പെടുത്തുകയാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് നമുക്ക് ഒരു നിഴലാണ്. ഈ വിവാഹം ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരു പൊരുളായ വിവാഹം നമുക്ക് വെളിപ്പെട്ടു വരും. ഇതൊക്കെ 2000 വർഷങ്ങൾക്കുറമായി മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരിയിൽ അറുക്കപ്പെട്ട യേശു സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയാ മണവാട്ടിയെ വേലിയടിക്കുവാൻ ഭാവി ഒരുങ്ങിയിരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, അതിനായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വചനമനുസരിച്ച് ഒരുങ്ങുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അവസരങ്ങൾ തന്ന പ്രിയ അധികാരികളുടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ തെളിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.
ദാസൻ അവരുടെ അവர்கள் ദൈവത്തിനോട് അവരുടെ പങ്കുവയ്ക്കും ദാസനെ ആദരവാണ്. അഭിവന്യ ദേവദാസന്മാർക്കും നവാവധൂവരന്മാർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദം. ഈ പകൽക്കാലം പ്രിയ ജോൺസിന്റെയും കുക്ഷിന്റെയും വിവാഹത്തോട് സംബന്ധിക്കാൻ ദൈവത്തിൻ്റെ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ചില വർഷങ്ങളായി എനിക്ക് കർത്താവിന്റെ ദേവദാസൻ പാസ്റ്റർ PC എബ്രഹാം ഗൃഹത്തെ അടുത്ത പരിചയപ്പെടുവാനും അവരുടെ സഭയിൽ ശുശ്രൂഷകനായിരിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ ബന്ധത്തിൽ ഇന്ന് കാലം പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ശുശ്രൂഷ സംബന്ധിപ്പാൻ പരിവനാതെ ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം നമുക്ക് വളരെ പരിമിതമായ സമയമാണ്. പകൽക്കാവുന്ന ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിവാഹം. ഇനി മെയ്യാണെങ്കിൽ ഒരൊറ്റ കരളായി തീരാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ജീവിതങ്ങളുടെ വിശുദ്ധ സംഗമമാണ് വിവാഹം. ദൈവകൽപിതമായ ബന്ധമാണ് വിവാഹം. ചരിത്രത്തിന്റെ ഏടുകളിൽ പുരാതനവും ശ്രേഷ്ഠവുമായ ബന്ധമാണ്. ഒരു മകനോ മകളോ അച്ഛനെയോ അമ്മയോ വിട്ട് ഭർത്താവിനോടോ ഭാര്യയോടോ പറ്റിച്ചേരുന്ന മംഗളമുഹൂർത്തമാണ്. ദൈവം കൂട്ടി യോജിപ്പിക്കുന്നതാകയാൽ മനുഷ്യനെ വേർപിരിക്കാൻ അവകാശമില്ലാത്ത പാവനമായ ബന്ധമാണ് വിവാഹം. ഇങ്ങനെ വിവാഹത്തെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. മറ്റ് എല്ലാ കാര്യങ്ങളെക്കാളും ഉപരിയായി ദൈവവചനത്തിന് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ വിചാരിക്കുക. കാരണം കുടുംബജീവിതത്തിന് അധികം പ്രാധാന്യം കൽപ്പിക്കാതെ വിവാഹമോചനങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളെക്കാളും നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ മരണം വരെ ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അതിമഹത്തായ ഒരു ബന്ധമാണ് കുടുംബജീവിതം എന്ന നമുക്ക് ഏവർക്കും അറിയാവുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം മാർഗികവും ദിവ്യവുമായ ഒരു കാര്യം. മാരേജ് ഡിവൈൻ ആൻഡ് മിസ്റ്റിക്കൽ യൂണിയൻ. വിവാഹം മാർഗികവും ദിവ്യവുമായ യോജിപ്പാണ് എന്നുള്ള കാര്യം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്തോത്രം. സാധാരണ വിവാഹത്തെ വിവാഹം അതിനെ ലളിതമായി കാണാൻ പാടില്ല. അത് ദിവ്യമാണ് എന്ന് പറയുമ്പോൾ ദൈവമാണ് വിവാഹത്തെ ഫോം ചെയ്യുവാൻ അയച്ചിരുന്നത്. അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. ഇവിടെ ഏതെങ്കിലും കൗൺസിൽ കൂടി ഇങ്ങനെ കുടുംബം ജീവൻ നയിക്കണമെന്ന് രൂപകൽപ്പന ചെയ്തതല്ല. ഈ യാതൊരു ദൈവം സൃഷ്ടിച്ചതിന് ശേഷമായി മനുഷ്യൻ ഏകനായിരിക്കും നമ്മല്ലെന്ന് മനസ്സിലാക്കിയവനായും ആദമിന് തക്കതായ തുണയെ ദൈവം ഉണ്ടാക്കുവാൻ സൃഷ്ടിക്കുവാൻ തുടങ്ങിയപ്പോൾ ആദമിന്റെ വാരിയിൽ ഒന്നെടുത്താണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദം വലിയ ഗാഠനിത്യത്തിന് ശേഷമാണ് ആദമിന്റെ ഒരു വാരിയിൽ എടുത്ത് ഹവ്വയെ രൂപപ്പെടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹവ്വയെ രൂപപ്പെടുത്തിയത്, ഹവ്വയെ ഉണ്ടാക്കിയത് ആദമിനെ കാണുവാൻ കഴിഞ്ഞില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ഈ അടുത്ത ഒരു കമന്റ് കേട്ടത്, ആദം വലിയ ഗാഠനിത്യം വരുത്തി ആ ഹവ്വയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആദം മനസ്സിലാക്കിയാൽ അവൻ വേറെയും ഭാര്യയെടുത്ത് പിന്നെയും ഭാര്യമാരെ സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവനെ ഒരു ഗാഠനിത്യം വരുത്തുന്നത്. അതായത് ഹവ്വയെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവനെ ദൈവം അറിയിക്കാതിരുന്നത് എന്ന് ആദം പറയുന്നതാണ് കേട്ടുകൊണ്ടെത്തുവാനായിട്ട്. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ. താങ്ക് യു. അതുകൊണ്ട് എന്നെ തോന്നി സാറിന് നന്ദി അറിയിക്കുന്നു. നാം ദൈവസന്നിധാനിക്കുമ്പോ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാന്യ ദൈവത്തിന്റെ ദിവസങ്ങളുടെ ആദരനായ ആവശ്യം അവരുടെ സഹോദരങ്ങളെ ആദരവോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു.
എല്ലാ നിലയിലും വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് ഏറ്റവും അനുഗ്രഹിക്കുന്ന ദൈവസഭയുടെ ഇവരുടെ സഭയുടെ ശുശ്രൂഷകൾ എൻ്റെ ആത്മസ്നേഹിതമായ കർത്താവിദാസൻ സോളമൻ അവരെ അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷകൾ നിർവഹിച്ച അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷകൾ ജോൺസൺ ദൈവസഭയുടെ എഡ്യൂക്കേഷൻ ഡയറക്ടർ തോമസ് കുട്ടി അവരെ ഞാൻ വളരെ പ്രതിനിധിയും സ്നേഹിക്കുന്ന അനുഗ്രഹീതരായ മാത്യു അവരെ എന്നെ ജനത്തിൽ സ്നാനപ്പെടുത്തിയ കർത്താവിദാസൻ അതുപോലെ തന്നെ വരന്റെ വാത്സല്യ പിതാവ് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരുന്ന എബ്രഹാം, ദൈവസഭയുടെ ബോഡി മെമ്പർ ജോമോൻ ജോസഫ്, സദസ്സിലിരിക്കുന്ന ദൈവസഭയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ബൈബിൾ കോളേജ് അധ്യാപകർ, അതുപോലെ വധുവിന്റെ ഭവനത്തിൽ നിന്നും സഭയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ളവർ, സദസ്സിലായിരിക്കുന്ന ഈ വേദിക്ക് എല്ലാ അർത്ഥത്തിലും ആകർഷണീയമായിരിക്കുന്ന വധുവരന്മാർ, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ അതുല്യമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ പ്രത്യേകാരുള്ള വന്ദനം അരുളുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ ശുശ്രൂഷ ആരംഭിച്ചു. ആയതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ആശീർവാദം പറയുക എന്നുള്ളത് ഇതിന്റെ ചുമതലപ്പെട്ടവരുടെ ചുമതലയാകുന്നതിനാൽ നിശ്ചിത സമയത്തെ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ താല്പര്യപ്പെടുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തലമുറകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവസഭ തോട്ടപാലം സഭയ്ക്കും പിറവം ശങ്കറിനും ദൈവസഭ കേരളാഭിജനതി മഹത്തായ പ്രസ്ഥാനത്തിൽ വളരെയേറെ വിലമതിക്കപ്പെട്ടതായ ഒരു കുടുംബമാണ് ബഹുമാന്യ ദൈവദാസന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാവരും തന്നെ ദൈവസഭയുടെ അംഗങ്ങളായി തുടരുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഏകദേശം 5 പതിറ്റാണ്ടോളം ദൈവസഭയുടെ വിവിധ സഭകളിൽ ഒരു ലോക്കൽ ശുശ്രൂഷകനായി, സംഘടന ശുശ്രൂഷകനായി, ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായി, ഗവർണിംഗ് ബോഡി മെമ്പറായി, യുവാഞ്ചലിസം ഡയറക്ടറായി, അങ്ങനെ വിവിധ തസ്തികകളിൽ വളരെ ശോഭിക്കുകയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ PC എബ്രഹാം. അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്ത തലമുറകളെയെല്ലാം ദൈവകൃപയിൽ വളർത്തുന്നതിനും ദൈവസഭയുടെ കൂട്ടായ്മയിൽ അവരെ നിലനിർത്തുന്നതിനും ദൈവസഭയുടെ ആത്മീയ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ആ നിലയിൽ ആ കുടുംബത്തെ ദൈവം പിന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ വധുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കുടുംബമായിട്ടും എനിക്ക് അടുത്ത ആത്മീയ ബന്ധമുണ്ട്. 1989 മുതൽ ആ കുടുംബമായിട്ടുള്ള ബന്ധം തുടരുവാൻ ദൈവം കൃപ നൽകി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് തോമസ് പ്രിയ വധുവിന്റെ പിതാവിന്റെ അനുജനാണ്. ആ നിലയിൽ ദീർഘവർഷങ്ങളുടെ ആത്മീയ ബന്ധം ആ കുടുംബമായിട്ടുണ്ട്. അതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ MB മാത്യു പ്രിയ സഹോദരിയുടെ സഹോദരനാണ്. ആ നിലയിലൊക്കെ ആ കുടുംബമായിട്ടുള്ള ആത്മീയ ബന്ധം കുറെ കൂടെ ദൃഢതയുള്ളതാക്കി മാറ്റാൻ ദൈവമായ കർത്താവ് അവസരങ്ങൾ നൽകി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഏറെ സന്തോഷകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവസഭ കേരള റീജിയനിൽ തന്നെയുള്ള 2 സഭയിലെ പ്രിയ സഹോദരങ്ങളാണ് പ്രിയ ജോൺസനും പ്രിയ എക്സിബായും. ആകയാൽ ദൈവസഭയിൽ തന്നെ 2 കുഞ്ഞുങ്ങൾ ഒന്നായി ചേരുന്നതിൽ മറ്റെന്തിനേക്കാളും വലിയ സന്തോഷമുണ്ട്. വെളിയിലേക്ക് നിങ്ങൾ പോകാതിരുന്നതിനായിട്ട് പ്രത്യേകം വന്ദനം പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദീർഘമാസങ്ങൾക്ക് മുമ്പേ അതെല്ലാം കൂടി ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ആ സമയത്ത് തന്നെ ഇന്നത്തെ ശുശ്രൂഷയെ കുറിച്ച് എന്നെ അറിയിക്കുകയും ക്ഷണം സ്വീകരിക്കുകയും ചെയ്യുവാൻ ഇടയായി. കുടുംബസമേതം ഞങ്ങൾക്ക് വന്നിച്ചേരുവാൻ ഇവിടെയാക്കിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്.
ഒരു ദീർഘസമയം അതിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. 12 മണിക്കുള്ളിൽ തന്നെ ഈ ശുശ്രൂഷയുടെ പര്യവസാനിപ്പിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നതിനാൽ ഞാൻ ദൈവവചന ശുശ്രൂഷകളുടെ വലിയൊരു ഭാഗം ഒഴിവാക്കി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുകയും നമ്മുടെ നാട്ടിലേക്ക് എത്തുമെന്നൊക്കെ ഇന്നലകളിൽ ഞങ്ങളെ പോലെ കൈനീളമുള്ള ഉടുപ്പിട്ട ഉപദേശിമാർ ഇവിടുത്തെ നാക്കവലകളിൽ മുക്കവലകളിൽ ഇടപടികളിൽ പെരുപടികളിൽ ഒക്കെ നിന്ന് വാതോരാന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് അതൊക്കെ കേട്ട പലരും ഞങ്ങളെയൊക്കെ അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനെ പറഞ്ഞു വരുന്നതിന് താല്പര്യം അന്നും ഇന്നും എന്നും കാലഘട്ടത്തിനൊപ്പം നിൽക്കാൻ കരുത്തുള്ള പുസ്തകമാണ് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. കാലഘട്ടത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ഞാൻ സവിശേഷമായി പറഞ്ഞപ്പോൾ ആളുകളിൽ ചിലർക്കെങ്കിലും ഒക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത വളരെയാണ്. 200 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും 200 പതിറ്റാണ്ടുകളുടെ പഴക്കം പറയുന്ന പുസ്തകത്തിന് കാലഘട്ടത്തിനൊപ്പം നിൽക്കാൻ കരുത്തുണ്ടോ എന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ വർത്തമാന കാലത്തിൽ അരങ്ങേറുന്ന സകല സംഭവങ്ങളെയും അക്കമിട്ട് രേഖപ്പെടുത്തി മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഏക പുസ്തകമാണ് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇത്തരം ചിന്തകൾ, ഇത്തരം ആശയങ്ങൾ ഏതൊരു വേദിയിലും പറയുന്നതിൽ ഞങ്ങൾക്ക് മടിയില്ല. കാരണം മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, ശാസ്ത്രീയ, കുടുംബ, ഇതര പശ്ചാത്തലങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യതയോടുകൂടെ മനുഷ്യനോട് സംവാദിക്കാൻ കഴിയുന്ന ഏക പുസ്തകമാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. മുൻപ് പ്രസംഗിച്ച പ്രാസംഗികരായ ദൈവദാസനെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ ഒരു ലോക ചരിത്രത്തിലെ പ്രഥമവും പ്രധാനമായ വിവാഹത്തോടുകൂടി ആരംഭിക്കുന്നു. ഇനി അതിന് ദൂരമല്ലാത്ത ആസന്ന ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വിശ്വപ്രസിദ്ധമായ മറ്റൊരു വിവാഹത്തോടുകൂടി ഈ പുസ്തകം അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു വിവാഹത്തോടുകൂടി എഴുതി ആരംഭിച്ച് മറ്റൊരു വിവാഹത്തോടുകൂടി എഴുതി അവസാനിപ്പിക്കുന്ന ഏക പുസ്തകം അതാകുന്നു വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇരുവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായി. കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കാൻ അതിൽ പ്രാധാന്യതയുള്ള നിരവധി കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. ഒറ്റ ചിന്ത പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ സമയ ദൈർഘ്യം, കാല ദൈർഘ്യം എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? പാശ്ചാത്യ നാടുകളിലൊക്കെ പുത്തൻ സംസ്കാരങ്ങൾ അനുസരിച്ച് ഒരു ഉടമ്പടി, ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി 6 മാസം, 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം, മാക്സിമം 2 വർഷമൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള കരാർ ഒപ്പുവെച്ചിട്ടാണ് പലരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നുകിൽ ആ സമയപരിധിക്ക് മുൻപോ അല്ലെങ്കിൽ ആ സമയപരിധിയോടുകൂടിയോ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തി അടുത്ത ഇണയെ തുണിയത്തേടി പോകുന്ന വല്ലാത്ത പൈശാചികമായ സംസ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ തക്കവണമിടയായി തീരും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഇരുവരും പരസ്പരം കൊടുത്തു പരസ്പരം ചെയ്ത് ഉഭയസമ്മതത്താൽ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നാളെയുടെ നീളയിൽ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കുടുംബ ജീവിതത്തിനകത്ത് ആരാലും പരിഹരിക്കപ്പെടാൻ കഴിയാത്തതായ പ്രശ്നങ്ങൾ സംജാതമാകുമ്പോൾ അവിടെ വെച്ച് വേർപിരിയാനുള്ളതല്ല നിങ്ങളുടെ ബന്ധം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വാഗ്ദത്തം പറയുമ്പോൾ ഒരു 2 കാര്യങ്ങൾ ആവർത്തിച്ചു പറയാറുണ്ട്. ഒന്ന്, മരണത്താലുള്ള വേർപാട് വരെയോ അല്ല, അതിന് മുമ്പ് ക്രിസ്തുവിന്റെ പുനരാഗമനമാണോ സംഭവിക്കുന്നത്? ഇതിലേതാണോ സംഭവിക്കുന്നത്? ഭർത്താവ് ഭാര്യയെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്ത് ചെയ്യണം? അപ്പോൾ ഭർത്താവിന്റെ ദൗത്യം എന്താണ്? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണം? അതിന് ഉദാത്തമായ ഉദാഹരണം ബൈബിൾ പറയുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചത്? തന്റെ ജീവൻ മറവിലയാൽ കൊടുത്തുകൊണ്ടാണ് സ്നേഹിക്കാനിടയായി. 4 ക്രിസ്തുവിന് വേണ്ടി ജീവൻ മറവിലയായി കൊടുത്തുകൊണ്ട് സ്നേഹിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകാം, അത് മടിക്കരുത് എന്നാണ് പുസ്തകം പറയുന്നത്. അങ്ങനെ ജീവൻ മറവിലയായി കൊടുത്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയും. ഭാര്യയെ കുറിച്ച് പുസ്തകം പറയുന്നുണ്ട് കേട്ടോ. ഭർത്താവിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയ സഹോദരി ഭാര്യയെ കുറിച്ച് ഭാര്യയെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നത്, ഭാര്യ ഭർത്താവിന് സകലത്തിലും, ബാക്കി പറയാമോ? സകലത്തിലും
കീഴടങ്ങിയിരിക്കണം. എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ഭാര്യ എന്ത് ചെയ്യണം? സകലത്തിൽ. എങ്ങനെ? ക്രിസ്തു സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് സകലത്തിനും. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയ സഹോദരിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം അനുസരിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വത്തെയാണ്. എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിശ്ചയമായും ഭർത്താവ് സന്തുഷ്ടനായിരിക്കും. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭർത്താവ് മറ്റാരെക്കാളും തന്നെ അധികമായി സ്നേഹിക്കണമെന്നുള്ളതാണ്. ഈ രണ്ട് ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറായാൽ ആരാലും ഉടയ്ക്കപ്പെടാൻ കഴിയാത്ത ഒരു കുടുംബജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾക്ക് മാറുവാൻ ഉടമിടയായി തീരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘകാലത്തെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ട് തലമുറയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചെയ്യുവാനിടയായി. പ്രിയ സഹോദരൻ, ഒരു കാര്യം ഓർക്കണം. ചില വർഷങ്ങൾക്ക് പിറകിൽ അവരുടെ പ്രിയ പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ഗാഠമായ വേദനയും ദുഃഖവുമുണ്ട്. എന്നാൽ താങ്കളുടെ ആ കുടുംബത്തിലേക്കുള്ള ആഗമനം, അവിടേക്കുള്ളതായ രംഗപ്രവേശനം ആ ദുഃഖം മറക്കാൻ കഴിയുന്ന ഒരു ആത്മീയ അനുഭവമായി മാറട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ദൈവം പകരട്ടെ. ഒരു ശക്തിയാലും ഉടയ്ക്കപ്പെടാൻ കഴിയാത്ത, തകർക്കപ്പെടാൻ കഴിയാത്ത, അനുകരണീയമായ, മാതൃകാപരമായ, ഏറ്റവും ഉന്നതം ഉദാത്തമായിട്ടുള്ള കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ജീവിതത്തിൽ നാളെ ഉയർന്നു വരുന്ന ഏതൊരു വെല്ലുവിളിയുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ പരിഹാരത്തിന് വേണ്ടി കുടുംബ കോടതികൾ കയറിയിറങ്ങാതെ, കൗൺസിലിംഗ് സെന്ററുകൾ കയറിയിറങ്ങാതെ, ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി സഞ്ചരിക്കാൻ ഇടവരാതെ വണ്ണം ഏതൊരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവസന്നിധി നിങ്ങൾ ഇരുവരും മുഴങ്കാൽ മടക്കി പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാനിടയാകും. ആകയാൽ കുടുംബ ജീവിതത്തിന്റെ നാല് ഭിത്തിക്കകത്ത് തലക്കെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് പകച്ചു നിന്ന് കാലടറി കരം കുടഞ്ഞ ചിന്തകൾ പതറി പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റവരാൽ എവിടെ ഉത്തരം, എവിടെ പരിഹാരം എന്നന്വേഷിച്ച് യാത്ര തുടർന്ന് ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ സ്നേഹത്തോടെ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരമായി യേശുവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ കിഴി മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അവനായി ജീവിതം അർപ്പണം ചെയ്തുകൊണ്ട് ഈ അവനിൽ ശിഷ്ടമുള്ള ആയുസ്സിൽ കുടുംബമായി പരിരസിക്കാം. ഏവർക്കും സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന ആത്മാർത്ഥ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധമായി ആയുസ്സും ആരോഗ്യം സന്താന സമൃദ്ധിയും ദൈവം നൽകി ആശീർവദിക്കട്ടെ എന്ന ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ എല്ലാ രീതിയിലുള്ള മുഴുവൻ ശുശ്രൂഷകന്മാരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സന്തോഷപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിത്യതയോടെ ലഭിക്കുന്ന ഒരു പ്രത്യാശ ഗാനത്തിന്റെ ഏതാനും ചില വരികൾ നമുക്ക് വേണ്ടി പാടും. ആ സമയത്ത് വധുവരന്മാരുടെ മാതാപിതാക്കളും ഇവരുടെ ഇരുഭാഗത്തേക്ക് വന്നു നിൽക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാൽ പ്രിയ സുഖരേ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശിഖ.
സന്തോഷമുള്ളവരെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിച്ചവരെല്ലാം കരങ്ങൾ ചേർത്തടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങൾ ചലിക്കട്ടെ, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കട്ടെ. കേരള റീജിയൻ പ്രൈവറ്റ് സെക്ടർ തോട്ടമാ സഭയിൽ കൂടി വരുന്ന ജോസഫ് പി എബ്രഹാമും ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ വാഗമൺ വില്ലേജിൽ പുള്ളിക്കാരക്കരയിൽ ഒറ്റപ്പുളാക്കൽ വീട്ടിൽ ഭരതനായ കെ രാജന്റെയും ദീനാമ രാജന്റെയും മകൾ ഇന്ത്യാപൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയൻ പീരുമേട് സെക്ടർ പുള്ളിക്കാര സഭയിൽ കൂടി വരുന്ന രാജനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇരുകൂട്ടരും സഭയും തമ്മിൽ കൂടി ആലോചിച്ച് തീരുമാനിച്ച പ്രകാരം 2024 മാർച്ച് മാസം 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 തോട്ടഭാഗ സഭയുടെ ആഭിമുഖ്യത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ഈ പരസ്യം പോലെ അറിയിച്ചുകൊള്ളുന്നു. ക്രിസ്തു യേശുവിൽ പ്രിയമുള്ളവരെ, ഈ വേദി നിൽക്കുന്ന പ്രിയ സഹോദരൻ ജോൺസൺ എബ്രഹാമിന്റെയും പ്രിയ സഹോദരി ഹെക്സിബായുടെയും വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥനാപൂർവ്വം നാം ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇവർ ഇരുവരും ചെയ്യുന്ന ഉഭയസമ്മതപ്രകാരം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ന്യായമായി എന്തെങ്കിലും തടസ്സങ്ങൾ ആർക്കെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് പരസ്യമായി പ്രസ്താവിക്കാവുന്നതാണ്. അല്ല, നിങ്ങൾ ഈ വിഷയത്തിൽ മൗനമാണ് അവലംബിക്കുന്നതെങ്കിൽ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ മേലിലും മൗനമായിരിക്കണമെന്ന് ദൈവനാമത്തിൽ വളരെ കർശനമായി അറിയിക്കുന്നു. ആർക്കും ഒരു കാരണവും ബോധിപ്പിക്കുവാനില്ല എന്നുള്ളത് നിങ്ങളുടെ മൗനം വെളിപ്പെടുത്തുന്നതിനാൽ ശുശ്രൂഷയ്ക്കുള്ള അംഗീകാരമായി ഞാൻ അതിനെ കണക്കാക്കുകയാണ്. പ്രിയ സഹോദരൻ ജോൺസണോടായി, പ്രിയ സഹോദരി ഹെക്സിബയോടായി ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം നിങ്ങൾ പരസ്പരം ചെയ്യുന്ന ഉഭയസമ്മതത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും ന്യായമായ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് പരസ്യമായി പ്രസ്താവിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിലെ സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന തേജോവനായ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ ഇരുവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ജോൺസൺ? ഇല്ല. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇല്ല. പ്രിയ ജോൺസൺ എബ്രഹാമിനോടായി ഞാൻ ചോദിക്കുന്നത്, വലതു ഭാഗത്ത് നിൽക്കുന്ന ഹെക്സിബ എന്ന ഈ യുവതിയെ വാത്സല്യ ഭാര്യയായി സ്വീകരിച്ച് സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും അവരോട് മാത്രം ചേർന്നിരുന്ന ഒരു ഭർത്താവിൽ നിശ്ചിതമായ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് താങ്കൾ സമ്മതിക്കുന്നുവോ? സമ്മതിക്കുന്നു. പ്രിയ സഹോദരി ഹെക്സിബയോടെ ഞാൻ ചോദിക്കുന്നു, സമീപം നിൽക്കുന്ന ജോൺസൺ എബ്രഹാം എന്ന വാത്സല്യ യുവാവിനെ വാത്സല്യ പ്രധാനമായി സ്വീകരിച്ച് സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും അദ്ദേഹത്തോട് മാത്രം ചേർന്നിരുന്ന ഒരു ഭാര്യയിൽ നിശ്ചിതമായ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുന്നു. അവരുടെ സമ്മതം പൊതുസഭ അറിയിച്ചിരിക്കുക. സഭ കരമുയർത്തിയാമേ പറഞ്ഞാൽ
Thank you.